എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ 9ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള ക്ലാസ്സിനുമായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഉഷ അന്തർജനം ടീച്ചറെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. നമസ്തേ. ജയശങ്കര. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും സാദര നമസ്കാരം. നമുക്ക് ഗുരുവന്ദനത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ശാന്തി മന്ത്രം ചൊല്ലുന്നതിലേക്ക് ദേവനാരായണനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദേവനാരായണൻ. ശാന്തി മന്ത്രം. ഓം സഹനാവവതു. ദേവനാരായണൻ. ദേവനാരായണൻ എത്തിയിട്ടില്ലേ? ദേവനാരായണൻ ഉണ്ടോ? ഓക്കെ. ഓ സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്തതായിട്ട് ഗുരുവന്ദനമാണ്. ഗുരുവന്ദനത്തിനായി ആദ്യമായി ദ്രുപദ് മോനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദ്രുപദ്, ഗുരുവന്ദനം. നമസ്തേ ജയശങ്കര. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതു ലോകാൻ ഭവദവശിഖാ താപപാപശ്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിർ ശരതി ഭുവനേ ശങ്കരാചാര്യ. ഇപ്പോൾ അയച്ചോന്ന് അമ്പളിക്ക് അഭിലാഷിന് അയച്ചു. വളരെ സന്തോഷം മോനെ ജയിക്കര. അടുത്തതായിട്ട് അമൃതവർഷിണിയെ ക്ഷണിക്കുന്നു ഗുരുവന്ദനത്തിനായിട്ട്. മോളെ ജയശങ്കര എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയട്ടെ. ജയശങ്കര. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. സന്തോഷം മോളെ. അടുത്തതായിട്ട് ഗണപതി വന്ദനത്തിനായി അർപ്പിതിനെ ക്ഷണിക്കുന്നു. അർപ്പിത് മോനെ ഗണപതി വന്ദനം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംഭൂ ഫലസാദിപക്ഷിജം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഷ്ണും വിഘ്നേശ്വര പാദപങ്കജം. സന്തോഷം മോനെ ജയശങ്കര. അടുത്തതായിട്ട് സരസ്വതി സ്തുതിക്കായി അർച്ചിത് മോനെ ക്ഷണിക്കുന്നു. സരസ്വതി വന്ദനം. അർച്ചിത്. അർച്ചിത്. ജയശങ്കര. സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അടുത്തതായി മാതൃപഞ്ചകം ജപിക്കുന്നതിനായി അർച്ചിത് മോനെ തന്നെ ക്ഷണിക്കുന്നു. അർച്ചിത്.
മാതൃപഞ്ചകം. ജയശങ്കര. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാജ സാംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോ വിതനയത്തസ്യൈ ജനന്യൈ നമഃ. ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേ തു ദൃഷ്ട്വാ യദി സമുചിതവേഷം പ്രാരുരോധന്തുമുച്ചേ ഗുരുകുലമഥ സർവം പ്രാരുദദ്ധേ സമക്ഷം സപതി ചരണയോസ്തേ മാതുരസ്തു പ്രണാമ ന ദത്തം മാതസ്തേ മരണസമയേ തോയമപി വാ സ്വധാവാനോ ദേയാ മരണദിവസേ ശ്രാദ്ധവിധിനാ ന ജപ്തോ മാതസ്തേ മരണസമയേ താരകമഹം അകാലേ സംപ്രാപ്തേ മൈ ഗുരുദയാമാർദതുലാം മുക്താമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിദം സുതത്വം ഇത്യുക്തവക്താസ്ത്വവാചി മാതദ്ദദാമ്യഹം തണ്ഡുലമേവ ശുഷ്കാം അംബേതി താദേതി ശിവേതി തസ്മിൻ പ്രസൂതികാലേ യദവോദമുച്ചൈ കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേ യഹോ ജനന്യേരിജിതോയമഞ്ജലി. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ചിന്മയി കേറിയിട്ടുണ്ടോ? ചിന്മയി. ദേവിക മോളെ എന്തെങ്കിലും ചൊല്ലുന്നുണ്ടോ? ദേവിക ഗുരുവന്ദനം ചൊല്ലട്ടെ. ചൊല്ലിയാട്ടെ. ജയശങ്കര. ഓം നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർധികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ജയശങ്കര. സന്തോഷം മോളെ. നമുക്കിനിയും ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഓർഡറിൽ തന്നെ ഓരോരുത്തരും നേരത്തെ ഈ ഗ്രൂപ്പിലിടണം ആരൊക്കെ ഏതൊക്കെയാ ചൊല്ലുന്നതെന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോന്ന് പഠിക്കാം. ഇത് പഠിച്ചു കഴിയുമ്പം ഇതുപോലെ ശാന്തി മന്ത്രങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഓരോ മന്ത്രങ്ങളായിട്ട് ഇപ്പം സഹനാവവധു പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ശാന്തി മന്ത്രമാണ്. ആ ശാന്തി മന്ത്രം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി അത് എല്ലാവരും തറവാക്കി കഴിഞ്ഞിട്ട് കാണാതെ പഠിച്ചതിന് ശേഷം നമുക്ക് ഭദ്രങ്കർണേവി ശൃണുയാമദേവ, അത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്കത് പിന്നെ ഓരോ ദിവസങ്ങളായിട്ട് ചൊല്ലി ചൊല്ലി അത് നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓരോരോ 4 വേദത്തിലെയും ഓരോ ശാന്തി മന്ത്രങ്ങൾ നമുക്ക് അങ്ങനെ പഠിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഗുരുവന്ദനത്തിനും അതുപോലെ ഇപ്പൊ പഠിച്ചത് കൂടാതെ ധാരാളം ഗുരുവന്ദനങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ നമ്മള് ഒരു 3-4 പ്രാവശ്യം 3-4 മാസം ഒരു വന്ദനം ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ അതെല്ലാവരും അങ്ങ് പഠിച്ചു കഴിയണം. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വന്ദന ശ്ലോകം പഠിക്കാം. അപ്പം ഗുരുവന്ദനങ്ങൾ തന്നെ ധാരാളമുണ്ട്. അതുപോലെ ഗണപതി വന്ദനങ്ങൾ ധാരാളമുണ്ട്, സരസ്വതി ദേവിക്കുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. നമുക്കതൊക്കെ ഈ നമ്മുടെ ക്ലാസ് രാമായണ ക്ലാസ് കഴിയുന്നതോടുകൂടി അത് ഒരു ഈ 5 ശാന്തി മന്ത്രങ്ങളെങ്കിലും നമുക്ക് പഠിച്ചു കഴിയാൻ പറ്റും. അതായത് 4 വേദത്തിലെയും ഓരോ ശാന്തി മന്ത്രവും തൈത്തിരീയോപനിഷത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ശാന്തി മന്ത്രമുണ്ട്. അതും നമ്മൾ ഈ 5 ശാന്തി മന്ത്രങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് ഇതിനോടകം പഠിച്ചു കഴിയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തന്നെ ഇത് ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ശ്ലോകം നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, ചൊല്ലി കേൾപ്പിക്കാം. അപ്പൊ അതനുസരിച്ച് ഓരോരുത്തരും പിന്നെ അടുത്ത ശ്ലോകങ്ങൾ പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. എല്ലാവർക്കും നമസ്തേ. എല്ലാ കൊച്ചു കൂട്ടുകാരും ഇന്ന് വന്ദന ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയതിൽ വളരെ സന്തോഷം. ഇനിയും നമുക്ക് രാമായണം നമ്മള് ബാലകാന്ഡം കഴിഞ്ഞു, അയോധ്യാകാന്ഡത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.
നമുക്ക് അതിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വാൽമീകി മഹർഷിയെ നമസ്കരിക്കാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം. ആദികാവ്യമായ രാമായണം രചിച്ച വാൽമീകി മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം എവിടെ രാമചരിതം പറയുന്നുണ്ടോ അവിടെ ഒരാൾ വരുമല്ലോ. ആരെങ്കിലും മ്യൂട്ട് ഓണാക്കിയിട്ട് ഓഡിയോ ഓണാക്കിയിട്ടൊന്ന് പറയണേ. എവിടെ രാമകഥകൾ പറയുന്നുണ്ടോ അവിടെ ഒരാളിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആരുടെയാണ്? ഹനുമാൻ സ്വാമി. വളരെ ശരിയാണ്. ഹനുമാൻ സ്വാമി. എവിടെ രാമന്റെ കഥ പറയുന്നുണ്ടോ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടായിരിക്കും. അപ്പം ഹനുമാൻ സ്വാമിയെ കൂടെ നമുക്കൊന്ന് സ്മരിക്കാം. മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അങ്ങനെ അഞ്ജനയുടെ സുതനായ ഹനുമാൻ സ്വാമിയെ നമ്മൾ നമസ്കരിച്ചു. ഇനി നമ്മൾ ഇന്ന് ആരുടെ കഥയാണ് പറയുന്നത്? ആരുടെ കഥയാണ് നമ്മൾ പറയുന്നത്? ആരെങ്കിലും പറഞ്ഞേ. ആരുടെ കഥയാണ്? ശ്രീരാമചന്ദ്രൻ. അപ്പൊ ശ്രീരാമചന്ദ്രനെ കൂടെ നമുക്കൊന്ന് നമസ്കരിക്കാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമ്മള് ബാലകാന്ഡം കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞു. ബാലകാന്ഡത്തിലൂടെ, ബാലകാന്ഡം എന്ന് പറയുമ്പോൾ രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡമാണ്. കുഞ്ഞുങ്ങളായിട്ട് ബാലന്മാരായിട്ട് ശ്രീരാമചന്ദ്രനും സഹോദരങ്ങളും കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തെയാണ് ആ ബാലകാന്ഡത്തില് വിവരിച്ചത്. അത് കഴിഞ്ഞ് അയോധ്യാകാന്ഡത്തിൽ വന്നു. അങ്ങനെ അയോധ്യാകാന്ഡത്തിലൂടെയാണ് നമ്മൾ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ദശരഥ മഹാരാജാവ് തന്റെ ഏറ്റവും മൂത്ത പുത്രനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ യുവരാജാവായി അഭിഷേകം കഴിക്കാൻ തീരുമാനിക്കുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്ത് കൗസല്യാദേവിയെയും സുമിത്രയും ഒക്കെ അറിയിച്ചു. വസിഷ്ഠ മഹർഷിയെ വിളിച്ചു പറഞ്ഞു. ഇതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും. വസിഷ്ഠ മഹർഷി ആരായിരുന്നു? അയോധ്യയുടെ സൂര്യവംശത്തിന്റെ കുലഗുരു ആയിരുന്നു. അറിയാവുന്നവരൊക്കെ ഓഡിയോ ഓൺ ആക്കിയിട്ട് പറയണം. എല്ലാരും വീഡിയോ ഓൺ ആക്കി വെക്കണം. ആ മഹർഷിയെ വിളിച്ച് ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോളാൻ പറയുന്നു. അതിനൊക്കെ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് സുമന്ത്രൻ എന്ന പ്രധാനമന്ത്രിയാണ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ജോലിക്കാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെ ദശരഥന്റെ പ്രാർത്ഥനയനുസരിച്ച് വസിഷ്ഠ മഹർഷി സുമന്ത്രർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയും ദശരഥ മഹാരാജാവിന്റെ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം കഴിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ആ സമയത്ത് നാരദ മഹർഷി വരുന്നതും ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ അവതരിച്ച് ഇങ്ങനെ ആരാണ് ശ്രീരാമനായിട്ട് ഇവിടെ അവതരിച്ചു വന്നിരിക്കുന്നത്? ആരാണ്? ഭഗവാൻ മഹാവിഷ്ണു. മഹാവിഷ്ണു എന്തിനു വേണ്ടിയാണ് ഇവിടെ അവതരിച്ചു വന്നത്? രാവണനെ കൊല്ലാൻ. അത് തന്നെ. ഒരുപാട് രാക്ഷസന്മാരിവിടെ ഭൂമിക്ക് ഭാരമായിട്ട് വന്ന് മുനിമാരെയും അതുപോലെ എല്ലാവരെയും ഉപദ്രവിച്ച് ദേവന്മാരെ പോലും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഓടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെങ്കിലും ഈ ഭൂമിയുടെ ഭാരം തീർക്കണേന് ഭൂമി ചെന്ന് ഗോരൂപത്തിൽ ചെന്ന് പശുവിന്റെ രൂപത്തിൽ ചെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ച് ബ്രഹ്മാവും ദേവഗണങ്ങളും കൂടെ ഭഗവാനെ പ്രാർത്ഥിച്ചാണ് ഭഗവാൻ ഇവിടെ വിഷ്ണു ഭൂമിയില് ശ്രീരാമനായിട്ട് അവതാരം എടുത്തത്. അതൊക്കെ നമ്മൾ ബാലകാണ്ഡത്തിൽ കണ്ടതാണ്. അപ്പം നാരദ മഹർഷി വന്ന് ഓർമ്മിപ്പിച്ചു. വേണ്ടേ
അച്ഛൻ നാളെ രാജാവായിട്ട് അഭിഷേകം കഴിപ്പിക്കാൻ പോവുക. അപ്പൊ യുവരാജാവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്ന കാര്യം ഒന്നും നടക്കത്തില്ല, ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് പറ്റത്തില്ല. നമുക്ക് ഈ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിക്കണം, ദേവന്മാരെ രക്ഷിക്കണം, ഭൂമിയുടെ ഭാരം കുറയ്ക്കണം. അപ്പൊ അതിനിങ്ങനെ ഇരുന്നാ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ശ്രീരാമൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്കിതൊക്കെ ഓർമ്മയുണ്ട്. മനുഷ്യനായിട്ട് വന്ന് ഭൂമിയിൽ വന്നെങ്കിലും ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നാളത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളാം. ഞാൻ വനത്തിൽ പൊക്കോളാം, രാക്ഷസന്മാരെ നിഗ്രഹിച്ചോളാം, ഭൂമിയുടെ ഭാരം തീർത്തോളാം എന്നൊക്കെ സമ്മതിച്ച് നാരദനെ വിടുന്നു. അത് കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് ഈ പറഞ്ഞതനുസരിച്ച് വസിഷ്ഠ മഹർഷി ഒരുക്കങ്ങളെല്ലാം നടത്തി. സുമന്ത്രരെല്ലാ കാര്യങ്ങളും, മന്ത്രി എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് രാജാവ് ഇതെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക്, ഭാര്യയായ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോഴ് അവിടെ ഈ വിവരമറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ മന്ധര, കൈകേയിയുടെ ദാസിയായ മന്ധര ചെന്ന് വിവരം പറയുന്നുണ്ട്. നീ അറിഞ്ഞില്ലയോ, ഭരതനും ശത്രുഘ്നനും കേകേയ രാജ്യത്തേക്ക് പോയ സമയത്ത്, ഭരതന്റെ അമ്മയായ കൈകേയിയുടെ രാജ്യമാണ് കേകേയ രാജ്യം. ആ കേകേയ രാജ്യത്തേക്ക് അമ്മാവൻ യുധാജിത്തിനൊപ്പം പോയിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഭരതനും ശത്രുഘ്നനും. ഈ സമയത്ത് രാമനെ രാജാവാക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ? നീ ഇതൊന്നും അറിയാതെ ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയൊക്കെ ഇരിക്കുകയാണോ? എന്നിട്ടോ എന്തു പറ്റും? രാമനെ രാജാവാക്കിയാല് കൗസല്യാദേവി ആരാകും? രാജാവിന്റെ അമ്മയാകും, രാജമാതാവാകും. അപ്പം കൈകേയി എന്തോ ആകും? ദാസിയായി പോകും, കൗസല്യയുടെ ദാസിയായി പോകും. നിനക്കിവിടെ ഒരു വിലയും നിലയും കിട്ടത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. പണ്ട് ദശരഥ മഹാരാജാവ്, ദശരഥൻ എന്നാ പറയുന്നത്, 10 രഥങ്ങൾ ഒന്നിച്ച് ഓടിക്കാനും ഒന്നിച്ച് യുദ്ധമുഖത്ത് ചെല്ലാനും കഴിവുള്ള ആള്. പക്ഷേലേ ആ കാലത്ത് ദേവന്മാരും അസുരന്മാരും കൂടെ ഒരു യുദ്ധം പണ്ട് നടന്നിരുന്നു. അങ്ങനെ നടന്നപ്പോഴ് ദേവന്മാർക്ക് അസുരന്മാരെ തോൽപ്പിക്കാൻ പറ്റാതെ വന്നു. ആ സമയത്ത് ദേവന്മാര് വന്ന് ദശരഥനെ വിളിച്ചു, ദേവന്മാരെ രക്ഷിക്കാൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ദശരഥൻ അന്ന് ഭാര്യയായിരുന്ന കൈകേയിയോടുകൂടെ ചേർന്ന് ദേവലോകത്തു പോയി ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരോട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയം കൈവരിച്ചു. അപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോഴ് ആ ദശരഥൻ ഓടിച്ചിരുന്ന രഥത്തിന്റെ തേര്, ദശരഥന് സഞ്ചരിച്ചിരുന്ന രഥത്തിന്റെ കീല് അങ്ങ് ഊരിപ്പോയി. ചക്രത്തിന് ഉറപ്പിച്ചു വെക്കുന്ന കീല് അത് പോയപ്പം രഥം തവിട് പൊടി എന്ന് പറഞ്ഞ് താഴെ പോവുകയില്ലേ. കൈകേയി അത് കണ്ടിട്ട് തന്റെ വിരലുക കീലിന് പകരം വെച്ച് യുദ്ധം അവസാനിക്കുന്നത് വരെ അപ്പൊ അതെല്ലാം മറന്നുപോയി. അങ്ങനെയാണ് അന്ന് വിട്ടത്. ഇപ്പൊ വീണ്ടും വനത്തിലേക്ക് വിടാൻ പറയുന്നു. രാക്ഷസന്മാരും ക്രൂര മൃഗങ്ങളും ഒക്കെയുള്ള വനത്തിലേക്ക്. ഒരു ദിവസം പോലും എനിക്ക് മോനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അറിയാം, നിങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കാൻ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഭയങ്കര വിഷമമാ. സ്കൂളിൽ നിന്ന് പോയിട്ട് എന്നും വരുന്ന സമയത്ത് വന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വെപ്രാളമാവും. എന്തിയെ കുഞ്ഞ് എന്ന് അന്വേഷിക്കും അല്ലേ? അതുപോലെ ദശരഥനും അതുപോലെ ആയിരുന്നു. അപ്പൊ പറഞ്ഞു, ഇല്ല, സത്യം പറഞ്ഞിട്ട് ഇനി മാറ്റി പറയാൻ പറ്റുകയില്ല, ഇതിൽ കുറഞ്ഞൊന്നും വേണ്ട. അപ്പോഴും ദശരഥൻ ചോദിക്കുന്നുണ്ട്, ഭരതനെ രാജാവാക്കാം, പക്ഷെ രാമനെ വനത്തിൽ വിടണമെന്നുണ്ടോ? അതിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈകേയി വാശി പിടിച്ചിരുന്നു. അവസാനം ദശരഥൻ കരഞ്ഞ് ആ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടി. നേരം വെളുക്കുമ്പോ അവിടെ
ആ രാജധാനിക്ക് ചുറ്റും, ആ രാജകൊട്ടാരത്തിന് ചുറ്റും, ആ രാജ്യത്ത് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. രാജവീഥികളെല്ലാം അലങ്കരിച്ചു. ഗജവീരന്മാരെ, ആനകളെയെല്ലാം നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ച് നിർത്തി. ധാരാളം പിന്നെ വനിതകളെ, ആ, യുവതികളെ ഒക്കെ കുളിച്ചൊരുങ്ങി താലവും ഒക്കെ ഏന്തി സ്വർണ്ണാഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് അങ്ങനെ രാജ്യം മൊത്തം ആഘോഷത്തിലാ. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാമൻ യുവരാജാവാകാൻ പോകുന്ന കാഴ്ച കാണാൻ എല്ലാവരും കൂടെ, വാദ്യമേളങ്ങൾ മുഴങ്ങുന്നു, സംഗീതക്കാര് സംഗീതം പാടുന്നു, നൃത്തക്കാര് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഉത്സവ ഛായ. നമ്മുടെയൊക്കെ അമ്പലത്തിലെ ഉത്സവത്തിനോടടുപ്പിച്ച് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഒക്കെ ഒരു പ്രത്യേക എനർജി ഇല്ലയോ, അതുപോലാണ് ഇവിടെ. ആ സമയത്ത് രാജാവിനെ വിളിച്ചുണർത്താനായിട്ട് സുമന്ത്രർ എന്ന മന്ത്രി കൈകേയിയുടെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നപ്പോ അവിടെ എന്തുവാണ്, മരണം നടന്ന വീട് പോലെ മൂകതയാ. ദശരഥ മഹാരാജാവ് എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അപ്പം കൈകേയിയോട് ചോദിക്കുന്നു, രാജാവ് എവിടെ, എഴുന്നേറ്റില്ലയോ എന്ന് ചോദിക്കുമ്പം രാജാവിന് ഇന്നലെ രാത്രി ഉറക്കമുണ്ടായിട്ടില്ല, അവിടെ കിടക്കുകയാണ്, രാമനെ കാണണം രാമനെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാ കിടക്കുന്നേന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോയി, മന്ത്രി പോയി ആ രാമനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ കൈകേയി പറഞ്ഞാൽ പോകുമോ മന്ത്രി, പ്രധാനമന്ത്രി? ഇല്ല. ആര് പറയണം? രാജാവിന്റെ ആജ്ഞയുണ്ടെങ്കിലേ മന്ത്രി ചെയ്യത്തുള്ളൂ. അപ്പം മന്ത്രി രാജാവിനെ ഒന്ന് നോക്കി. അപ്പൊ രാജാവും പറഞ്ഞു, ദശരഥനും പറഞ്ഞു, സുമന്ത്രരെ, എത്രയും പെട്ടെന്ന് എന്റെ മകൻ രാമനെ എനിക്ക് കാണണം. അത് കേട്ട് നേരെ സുമന്ത്രര് രാമന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് രാമനോട് വിവരം പറഞ്ഞു. അപ്പൊ തന്നെ രാമൻ ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവിടെ കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അച്ഛനെ എടുത്ത് മടിയിൽ കിടത്തി, അച്ഛൻ എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് കൈകേയി അമ്മയോട് ചോദിക്കുന്നു. അപ്പം പറയുന്നു, കൈകേയി പറയുന്നത് എന്തുവാണ്, രാമ, നീയാണ് അച്ഛന് ദുഃഖത്തിന് കാരണം. വേറെ അച്ഛന് ദുഃഖത്തിന് വേറൊരു കാരണവും ഇല്ല. ഞാൻ പറഞ്ഞതൊന്നുമല്ല കാരണം, നീയാണ് ദുഃഖത്തിന് കാരണം. അപ്പം ചോദിക്കും, ഞാനോ? ഞാൻ എന്ത് വേണേലും അച്ഛന് വേണ്ടി ചെയ്യാൻ തയ്യാറാണല്ലോ. എന്താണ് പറയുന്നത്? അച്ഛനു വേണ്ടി രാജ്യം ത്യജിക്കണോ, സീതയെ കളയണോ, ലക്ഷ്മണനെ ഉപേക്ഷിക്കണോ, എന്ത് ചെയ്യണം, അഗ്നിയിൽ കയറണോ, എന്ത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ കൈകേയി പറയുന്നുണ്ട്, പും എന്ന നരകത്തിൽ നിന്നും മാതാപിതാക്കളെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് നീ മാത്രം വിചാരിച്ചാലേ, അച്ഛൻ എനിക്കൊരു സത്യം ചെയ്തു തന്നു, ആ സത്യത്തെ പരിപാലിച്ചെങ്കിൽ മാത്രമേ അച്ഛന് നരകത്തിലെത്താതെ രക്ഷപ്പെടാനൊള്ളൂ. അപ്പൊ അച്ഛന്റെ സത്യം ചെയ്ത വാക്കിനെ അന്വർത്ഥമാക്കാൻ വേണ്ടി രാമൻ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ രാജാവിന്റെ വാക്ക് അസത്യമാകും, രാജാവ് ആ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെ പറയണമോ മാതാവേ, എന്ത് വന്നാലും ഞാൻ അച്ഛന് വേണ്ടി ചെയ്യും എന്ന് രാമൻ പറയുന്നു. അപ്പോഴാണ് ഈ കാര്യം, എന്ത് കാര്യമാ അപ്പൊ കൈകേയി പറഞ്ഞേ? അച്ഛൻ എന്ത് സത്യം ചെയ്തു എന്ന് പറയും? എന്താണ് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു? എന്ത് 2 വരങ്ങളാ എനിക്ക് തന്നത്? രാമനെ വനവാസത്തിലേക്ക് അയക്കാനും ഭരതനെ രാജാവാക്കാനും. വെരി ഗുഡ് അമൃതവർഷിണി മോളെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ശ്രീരാമൻ പറയുന്നത്, ഇത് അത്രേ ഉള്ളോ കാര്യം, വളരെ സന്തോഷം. ഭരതന് രാജ്യം, എനിക്ക് വനം. അത് രണ്ടും ഒരുപോലെ. കാനനം എന്ന് പറയുന്നത് സുഖവാസമാണെന്നാ പറയുന്നത് ഇപ്പൊ രാമൻ. അത് എനിക്ക് ഈ രാജ്യത്ത് ഭരിക്കുന്നതിന്റെ ബന്ധപ്പാടുകളൊന്നും വരണ്ടാന്ന് വിചാരിച്ച് ഏറ്റവും സ്നേഹമുള്ള അമ്മ എനിക്ക് വനത്തിലേക്ക് പോവാൻ അവസരം തന്നതാ. അതിനെന്താ വിഷമിക്കാൻ? അത് തന്നെയുമല്ല, അച്ഛൻ സത്യം ചെയ്തത് നടപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? മക്കള്, പുത്രര് 3 വിധമുണ്ട്: ഉത്തമൻ, മധ്യമൻ, അധമൻ. ഉത്തമനായ പുത്രൻ എങ്ങനെയാ ചെയ്യുന്നേ? അച്ഛനമ്മമാരുടെ ആഗ്രഹം അനുസരിച്ചവര് കാര്യങ്ങൾ ചെയ്യും. അച്ഛനമ്മമാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അതൊന്നും നല്ല കുഞ്ഞുങ്ങൾ ചെയ്യത്തില്ല. അവര് പറയാതെ തന്നെ അവരുടെ ആഗ്രഹം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതാണ് ഉത്തമനായ പുത്രൻ. മധ്യമനാരാണ്?
അച്ഛനമ്മമാര് പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അച്ഛനമ്മമാരെന്തോ പറയുന്നോ അത് ചെയ്യാതിരിക്കത്തില്ല, അവരതുപോലെ ചെയ്യും. അത് മധ്യമപുത്രൻ. ഇനി അധമപുത്രനുണ്ട്. അച്ഛനമ്മമാര് പറഞ്ഞാലും അവര് കേൾക്കുകയില്ല, അവരെ അനുസരിക്കുകയില്ല. അങ്ങനെയുള്ളവര് അധമനായ പുത്രൻ. നമ്മള് ഈ കൂട്ടത്തിലിരിക്കുന്നവരെല്ലാവരും ആരാണ്? ഉത്തമനോ മധ്യമനോ ആണ്, അല്ലേ? അധമന്മാരായിട്ട് നമ്മൾ ആരുമില്ല. അച്ഛനമ്മമാരെന്ത് പറയുന്നോ അതനുസരിച്ച് നമ്മൾ ജീവിക്കും. അവരുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് അവര് പറയാതെ തന്നെ പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പുത്രനാണ്. ഇതൊക്കെ എനിക്കറിയാം മാതാവേ, ഇത്രയൊന്നും പറയണ്ട, ഞാന് വനത്തിലേക്ക് പോവാൻ തയ്യാറാണ് എന്ന് പറയും. ദശരഥൻ പറയും, ഏയ് വിഷമിക്കൊന്നും വേണ്ട എന്റെ മോനെ പിരിഞ്ഞിട്ട് എനിക്ക് ജീവിക്കാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യേ, എന്നെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചിട്ട് രാജ്യഭാരം ഏറ്റോ, ഒരു കുഴപ്പവുമില്ല എന്ന് പറയും. അപ്പം ദശരഥ മഹാരാജാവിനെ രാമൻ സമാധാനിപ്പിക്കുന്നു. സമാധാനിപ്പിച്ചതിന് ശേഷം ഈ വിവരം കൗസല്യാദേവിയോട് പറയാനായിട്ട് രാമൻ നേരെ കൗസല്യാദേവി, ദശരഥ മഹാരാജാവിന്റെ ആദ്യത്തെ ഭാര്യ കൗസല്യാദേവി, രാമന്റെ അമ്മയും അപ്പൊ അവിടേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴോ കൗസല്യാദേവിയോട് നേരത്തെ ദശരഥൻ പറഞ്ഞിട്ടുണ്ട്, നാളെ പുലർകാലെ രാമനെ യുവരാജാവായി അഭിഷേകം കഴിക്കുമെന്ന്. അതനുസരിച്ച് അവിടെ ഭഗവതിയെ പ്രാർത്ഥിക്കുകയാണ് കൗസല്യാദേവി. രാമൻ വന്നതൊന്നും അറിയുന്നതേ ഇല്ല. എന്റെ മോനെ കാത്തു രക്ഷിക്കണേ, ഇങ്ങനെ ഓരോ അച്ഛനമ്മമാരും എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേ. നിങ്ങളുടെ അച്ഛനമ്മമാര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ദുഃഖ ദുരിതങ്ങളൊന്നും, വലിയ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ നിങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മള് എല്ലാ ദിവസവും രാവിലെ അച്ഛനമ്മമാരെ തൊഴുത് നമസ്കരിച്ച് സ്കൂളിൽ പോകുന്നത്. അവരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ സ്കൂളിൽ പോകുന്നത്. കാരണം നമ്മൾ ആദ്യം ചൊല്ലിയില്ലയോ, ആസ്താന്താവതീയം പ്രസൂതി സമയേ മാതൃപഞ്ചകം. എല്ലാ ദിവസവും ആദ്യത്തെ 4 വരിയെങ്കിലും ചൊല്ലി അമ്മയെ നമസ്കരിച്ച് വേണം നിങ്ങൾ ആ ദിവസം തുടങ്ങാൻ. പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുമ്പോഴ്, സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മയുടെ അനുഗ്രഹം എന്ന് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പക്ഷെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം, അവരുടെ ഒരു പ്രാർത്ഥന നമ്മുടെ കൂടെ കാണും. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമൽ ഗുരുനാഥ ജനകായ നമോസ്തുതേ. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അച്ഛനെ വന്ദിക്കണം, അച്ഛന്റെ പാദങ്ങളെ നമസ്കരിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ ഓരോ ദിവസങ്ങളും തുടങ്ങാൻ. അപ്പൊ ഇതുപോലെ അച്ഛനമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി, രാമന്റെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. അപ്പം സുമിത്രാദേവി പറയുന്നു, രാമൻ എത്തിയത് അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോ കൗസല്യ രാമനെ കാണുകയും, കണ്ണു തുറന്ന് നോക്കുമ്പോ രാമനെ കാണുകയും, മോനെ നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നതെന്ന് ആദ്യം ചോദിക്കുന്നത്. വിശപ്പുണ്ടോ എന്നാ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ മുഖം കാണുമ്പം അച്ഛനമ്മമാർക്ക് മനസ്സിലാകും വിഷമമുണ്ടോ. കാരണം നിങ്ങളുടെ തെളിഞ്ഞ മുഖം, സന്തോഷമുള്ള മുഖം കാണാനാണ് ഓരോ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അമ്മയോട് പറഞ്ഞിരിക്കണം. കാരണം ഇന്ന് അതാത് ദിവസം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ലയോ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് വരെ സ്കൂളിൽ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. എന്ത് വിഷമം ഉണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് അച്ഛനമ്മമാരോട് പറയണം. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ പറയണം, നാളത്തേക്ക് വെച്ചേക്കരുത്. ഇനി സന്തോഷമായാലും പറയണം, കാരണം അത് അവർക്കൂടെ ഒരു സന്തോഷമാകുമല്ലോ. നമ്മളെക്കാട്ടി ജീവിത അനുഭവങ്ങളുണ്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതാത് ദിവസം ഉണ്ടാകുന്ന എല്ലാ നല്ലതും വിഷമം ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങള് അവരുമായിട്ട് ചർച്ച ചെയ്യണം. അവര് നമുക്ക് വേണ്ട ഗൈഡൻസ്, ഒരു മാർഗനിർദ്ദേശം തരും. അങ്ങനെ ചെയ്യണം മോളെ, അല്ലെ ഇങ്ങനെ ചെയ്യണ്ട മോനെ എന്നൊക്കെ പറഞ്ഞു തരും. ഇനി മുതൽ അങ്ങനെ ചെയ്യാതിരിക്കണേ എന്നൊക്കെ അവര് പറഞ്ഞു തരും. നമ്മുടെ കയ്യിലായിരുന്നു ഒരു പക്ഷെ തെറ്റെങ്കിലും അതും പറയണം, എന്തായാലും പറയണം ഉറപ്പായിട്ട്. കാരണം പങ്കുവെക്കാൻ, നമ്മുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും നമ്മുടെ അച്ഛനമ്മമാരോട് പങ്കുവെച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയി. ഇനി അതിന്റെ ഉത്തരവാദിത്വം ഒക്കെ അവരെടുത്തോളും. അങ്ങനെ നമ്മൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും നമ്മുടെ മനസ്സിൽ കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മകന്റെ മുഖം കണ്ടപ്പോഴേ കൗസല്യക്ക് മനസ്സിലായി
രാമന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന്. എന്താണെന്ന് ചോദിക്കുമ്പോ വിവരങ്ങളെല്ലാം കൗസല്യയോട് അമ്മയോട് രാമൻ പറയും. അപ്പൊ പറയും, ഇതെന്തൊരു കാര്യം, ഞാന് രാജാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ പറയുന്നു നീ വനത്തിലും ഒന്നും പോവണ്ട, എന്നെ നോക്കാൻ നീ ഒരു മകനേ ഉള്ളൂ, നീ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയും. അപ്പോഴ് കൗസല്യക്ക് ശ്രീരാമൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കൈകേയി അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വരമാണ്, അതനുസരിച്ച് അച്ഛൻ സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അച്ഛന്റെ സത്യത്തെ പാലിക്കുന്നതിനു വേണ്ടി ഞാനിങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അമ്മ സമാധാനമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാ മതി, അച്ഛനെ നോക്കി ഇരുന്നാ മതി, ഇതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് സമാധാനമായിട്ട് പറഞ്ഞപ്പോ കൗസല്യാദേവിക്ക് സമാധാനമായി. അത് കഴിഞ്ഞ് കൗസല്യയെ സമാധാനിപ്പിച്ചതിന് ശേഷം നേരെ സീതാദേവിയോട് പറയണ്ടായോ. സീതാദേവി കഴിഞ്ഞ ദിവസം ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിച്ച് തറയിൽ കിടന്ന് ഉപവാസമൊക്കെ എടുത്ത് വ്രതമൊക്കെ നോറ്റ് ഇരിക്കുകയാണ്. രാമനെ വസിഷ്ഠ മഹർഷി വന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണം, നാളെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാനുള്ളതാ, നിങ്ങൾ രണ്ടുപേരും വ്രതവും ഉപവാസവും ഒക്കെ ആയിട്ട് നാമജപവും ഒക്കെ ആയിട്ട് ഇന്നത്തെ രാത്രി കഴിയണമെന്ന് പറഞ്ഞു. അനുസരിച്ച് അവരങ്ങനെ ചെയ്തിരിക്കുക. അവിടോട്ട് ചെന്നു സീതയോട് പറയുന്നു വിവരങ്ങൾ. അപ്പൊ സീത എന്താണ് പറയുന്നത്? ഞാനും കൂടെ രാമന്റെ ഒപ്പം വരാമെന്ന്. രാമനൊപ്പം ഞാനും വരുന്നുണ്ട് വനത്തിലേക്ക്. സീതയില്ലാതെ രാമൻ അങ്ങനെ പോവണ്ട. ഞാൻ പതിവ്രതാരത്നമാണ്, പതിവ്രതയാണ് ഞാൻ. ഭർത്താവിനോടുകൂടി ചരിക്കുക എന്നുള്ളതാണ് പതിവ്രതയുടെ ധർമ്മം. സുഖത്തിൽ രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാം. വനത്തിലൊക്കെ കല്ലും മുള്ളും രാക്ഷസന്മാരുടെ ഒക്കെ ഇടത്ത് പോകുമ്പോ ഞാൻ വരുന്നില്ല എന്നല്ല പറഞ്ഞത്. എല്ലാത്തിലും ശരി, ദുഃഖത്തിലായിക്കോട്ടെ സന്തോഷത്തിലായിക്കോട്ടെ ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം രാമന് പറയുന്നുണ്ട്, അവിടെ ഘോര മൃഗങ്ങളൊക്കെ ഉണ്ട്, വനത്തിലെ മൃഗങ്ങളൊക്കെ. ഇപ്പൊ അവരൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. അന്നൊക്കെ വനത്തിൽ മാത്രമേ ആ മൃഗങ്ങളുള്ളൂ. അങ്ങനെയുള്ള ദുഷ്ട മൃഗങ്ങളുണ്ട്, അതുപോലെ രാക്ഷസന്മാരുണ്ട്, പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാരുണ്ട്. മൃഗങ്ങളെ പിന്നെയും സഹിക്കുക, അതിലും ഭീകരന്മാരായ രാക്ഷസന്മാരുണ്ട്. അതുപോലെ നല്ല വഴിയൊന്നുമില്ല, റോഡൊന്നുമില്ല, കല്ലിലും മുള്ളിലും ഒക്കെ ചവിട്ടി വനത്തിൽ കൂടെ വേണം പോവാൻ. കുടിക്കാനോ കാട്ടിലെ അരുവിയിലെ വെള്ളമേ ഉള്ളൂ. ഭക്ഷണമോ വല്ല മരത്തേലും കായ്കനികൾ ഉണ്ടെങ്കിൽ അത് പറിച്ചു കഴിക്കാം. ഇതൊക്കെ ഉള്ളൂ. താമസിക്കുന്നതോ വല്ല ഗുഹയിലും കിടന്നുറങ്ങേണ്ടി വരും. ഇതൊക്കെ ആ വനത്തിൽ പോകുന്നോണ്ട്. അത് ഒരു ദിവസത്തേക്കാണോ, 14 വർഷത്തേക്ക് പോകണം, അതുകൊണ്ട് വരണ്ട എന്ന് പറയും. അപ്പോഴ് സീത നിർബന്ധമായിട്ട് പറയും, തീർച്ചയായിട്ടും ഞാനൊപ്പം വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ അതിനു മുമ്പുണ്ട് ലക്ഷ്മണൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠൻ ലക്ഷ്മണനെ അറിയാമല്ലോ, സുമിത്രയുടെ മകൻ, പറയുന്നുണ്ട് എപ്പോഴും രാമന്റെ കൂടെ കാണും. ഭഗവാൻ അനന്തനാണ് ലക്ഷ്മണനായിട്ട് അവതാരം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മണസ്വാമി പറയും, ഞാൻ എന്തായാലും വരുന്നുണ്ട്, ജ്യേഷ്ഠനൊപ്പം ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് പറയും. ചേട്ടൻ അതിന് സമ്മതിക്കണമെന്ന് പറയുമ്പോ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ദശരഥന്റെ സന്നിധിയിലേക്ക് അവര് എത്തുകയാണ്. അങ്ങനെ ദശരഥന്റെ അടുത്ത് വരുന്നു. തിരിച്ച് അവരെല്ലാരും കൂടെ ദശരഥന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ വന്നിട്ട് പോവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാം എന്ന് പറയുന്നു. അപ്പൊ പോകുന്നതിന് മുമ്പ് നല്ല കർമ്മങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ഈശ്വര പ്രാർത്ഥനയും ദാനവും ഉണ്ടായിരിക്കണം. ഇവിടെ ശ്രീരാമൻ പറയുന്നുണ്ട്, തന്റെ ഇനിയിപ്പം വനത്തിലേക്ക് പോകും, ആഭരണങ്ങളൊന്നും വേണ്ടായല്ലോ. സീതാദേവിയോട് പറയുന്നുണ്ട്, അരുന്ധതി ദേവിയെ വസിഷ്ഠ മഹർഷിയുടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പത്നിയായ അരുന്ധതി ദേവിക്ക് ദാനം ചെയ്യാൻ. അങ്ങനെ ധാരാളം ദാനകർമ്മങ്ങളൊക്കെ ചെയ്ത് ഈശ്വര പൂജയൊക്കെ ചെയ്ത് ഓരോ ഗുരുക്കന്മാരെയും വന്ദിച്ച് അവര് വനത്തിലേക്ക് പോവാൻ ഒരുങ്ങിയാണ്. അങ്ങനെ വനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോ അപ്പൊ ആ വനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കൈകേയി പറയുന്നുണ്ട്, എപ്പോഴും ഒരു കാര്യമുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ദശരഥൻ പറയുന്നുണ്ട്, മോനെ രാമ,
മോൻ വനത്തിലേക്ക് പോവണ്ട, 14 വർഷം കഴിഞ്ഞു കൂടുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്, എന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ അച്ഛനെ സമാധാനിപ്പിച്ച് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ച് അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് പോവാൻ തീരുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ പോവാൻ തീരുമാനിക്കുമ്പോ സുമിത്രാദേവി ലക്ഷ്മണനെ വിളിച്ച്, ഇപ്പൊ ലക്ഷ്മണൻ അത് ശ്രീരാമൻ കൗസല്യയും സീതാദേവിയെയും ഒക്കെ കണ്ട് വിവരം പറഞ്ഞൊക്കെ വരുമ്പം ലക്ഷ്മണൻ സുമിത്രയോടെ അടുത്തും വിവരങ്ങൾ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അനുഗ്രഹം വാങ്ങിക്കുമ്പം വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. ലക്ഷ്മണനെ സുമിത്രാദേവി കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? വനത്തിലേക്ക് പോകുന്ന എന്തോ ശ്രീരാമസ്വാമിയെ ദശരഥ മഹാരാജാവായിട്ടും അതെ സീതാദേവിയെ സുമിത്രാദേവിയായിട്ടും വനം അയോധ്യയായിട്ടും എല്ലാം കരുതി നീ ജ്യേഷ്ഠന്റെ സേവിച്ചുകൊണ്ട് വനത്തിൽ കഴിയണമെന്നും പറഞ്ഞ് വളരെ ശരിയാണമ്മേ. അങ്ങനെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? സീതാദേവിയെ അമ്മയായി കരുതണം, ദശരഥ മഹാരാജാവിന് തുല്യനായി, അതായത് അച്ഛന് തുല്യയായി ശ്രീരാമനെ കാണണം. പിന്നെ വനത്തെ എങ്ങനെ കാണണം? അയോധ്യ എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് പോയാൽ നിനക്കൊരു ദുഃഖങ്ങളും ഉണ്ടാവുകയില്ല എന്ന് സുമിത്രാദേവി തന്റെ മകനായ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മണന് ഭയങ്കരമായ ദേഷ്യം വരിക. ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഇപ്പം കൗസല്യാദേവി ഒരു ഭാഗത്ത് കരയുന്നു, സീതാദേവി ഈ ജനക മഹാരാജാവിന്റെ രാജകൊട്ടാരത്തിലെ ഏറ്റവും മൂത്ത പുത്രിയായിട്ട് ലക്ഷ്മി ദേവി അവതരിച്ച ആളാണ്. അവരിനി എവിടാ പോകേണ്ടി വരുന്നത്? വനത്തില്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല, ഇല്ലയോ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വിവാഹം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനൊരു അവസരത്തിലേക്ക് പോകേണ്ടി വരുന്നു. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലുണ്ട്. തിരിച്ചു ചെന്നാൽ വീണ്ടും സുഖമായിട്ട് കഴിയാം, അവിടെ കഴിയാം, ഇനി ഇവിടെയും കഴിയാം, അയോധ്യയിലും കഴിയാം. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വലിയ രാജകുമാരി ഈ വനത്തിലേക്ക് വല്ല ഗുഹയിലും ഒക്കെ കിടന്നും വല്ല മരത്തിന്റെ വേരിലും ഒക്കെ കിടന്നും ഒക്കെ ഉറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇതിനെല്ലാം കാരണം ഈ കൈകേയി ഒരു സ്ത്രീയാണെന്നുള്ള ദേഷ്യത്തില് ലക്ഷ്മണൻ ക്രുദ്ധനാവുന്നുണ്ട്, വളരെ കോപാകുലനാവുന്നുണ്ട്. ഈ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്നതാണ് ലക്ഷ്മണ സാന്ത്വനം എന്നൊരു അധ്യായമുണ്ട് രാമായണത്തിൽ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, തത്വോപദേശങ്ങളാണ് പറയുന്നത്. നമ്മള് വെറുതെ കഥ കേട്ടു പോവാതെ കുറച്ച് തത്വങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് അങ്ങ് നിർത്താം. അതിനകത്തിൽ പറയുന്നുണ്ട്, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്നാണ് പറയുന്നത്. വത്സ സൗമിത്രേ, സുമിത്രയുടെ മോനെ എന്ന് വിളിക്കുക. എന്തിനാണ് സുമിത്രയുടെ മോനെ? ലക്ഷ്മണാന്ന് വിളിച്ചാൽ പോരായിരുന്നോ? കാരണം സുമിത്ര അത്രയ്ക്ക് ഒരു മാതൃരത്നമാണ്, ഒരു സ്ത്രീ രത്നമാണ്. യാതൊരു കളങ്കങ്ങളുമില്ലാത്ത വളരെ നല്ല ഒരു സ്ത്രീ രത്നമാണ് സുമിത്ര. അങ്ങനെ സുമിത്രയുടെ ഏറ്റവും നല്ല മാതാവായ, ഏറ്റവും നല്ല സ്ത്രീയായ ആ സ്ത്രീയുടെ മകനായ നീ ഇങ്ങനെ ക്രോധാകുലനാവാൻ പാടില്ല. നമ്മളൊക്കെ പറയത്തില്ലയോ, ഇന്നാരുടെ മോനാണെന്ന് പോലും പറയത്തില്ല, അവൻ എന്തൊരു ദേഷ്യമാ, അവന്റെ അച്ഛനൊരു ദേഷ്യമോ ഇല്ലല്ലോ, പറയത്തില്ലയോ? ആ കുടുംബത്തിൽ ആർക്കും ദേഷ്യമില്ല, വഴക്കില്ല, അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെ ഒരു മകൻ എങ്ങനെ പിറന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലയോ? ഇവിടെ അതുപോലെ വത്സ സൗമിത്രേ എന്നാ വിളിക്കുന്നത്. അതായത് സുമിത്രയുടെ മോനെ, നിന്റെ അമ്മയുടെ സ്വഭാവം ഒക്കെ നിനക്ക് വേണ്ടതാണ്, ഇങ്ങനെ കോപാകുലനാവാനൊന്നും പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുക. മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ, നീ മത്സരമൊക്കെ കളഞ്ഞ് എന്റെ വാക്കുകൾ നീ കേൾക്കണം എന്ന് പറയാണ്. അതായത് മനസ്സിലെ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളാകുന്ന അഷ്ടരാഗങ്ങൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല വേറൊരാൾ പറയുന്നത്. ക്രോധം കൂടിയിരിക്കുമ്പം വേറൊരാൾ എത്ര ഉപദേശിച്ചു തന്നാലും
അതൊന്നും ചെവിയിലോട്ട് കയറുകയില്ല. നമ്മുടെ ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 4 എന്നുള്ള മനസ്സ് തീ തന്നെ ഇരിക്കും. അപ്പൊ അതിനുവേണ്ടി പറയുക, ആദ്യം നിന്റെ മനസ്സിലെ രാഗങ്ങളെല്ലാം കളയണം. മത്സരാദ്യം കളഞ്ഞ് എന്നുടെ വാക്കുകൾ നീ കേൾക്കണം. അപ്പൊ മനസ്സിനെ ശുദ്ധമാക്കി വെച്ചിട്ട് ഞാൻ തരുന്ന ഈ ആത്മതത്വോപദേശത്തെ നീ കേൾക്കണം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. അതിങ്ങനെ പറയുന്നു: ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യം എന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. അതായത് ഈ കാണുന്ന ലോകമൊക്കെ, ലോകത്തിലെ സുഖഭോഗങ്ങളൊക്കെ തന്നെ ക്ഷണപ്രഭാചഞ്ചലം, നിഷ്പ്രഭമാണ്. എപ്പം വേണേലും ഇല്ലാതാകാം. ഒരുപാട് ധനമുള്ളവർക്ക് നിമിഷം കൊണ്ട് അവൻ പാപ്പരാകാം. ധാരാളം പണമുള്ളവൻ നിമിഷം കൊണ്ട് പാപ്പരാകാം. ആരോഗ്യമുള്ളവൻ നിമിഷം കൊണ്ട് രോഗാവസ്ഥയിലെത്താം. ഈ കാണുന്നതൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവരെ 1 സെക്കൻഡ് മതി ദുഃഖത്തിനടിമയായി പോവാൻ. അപ്പം പണം ഉള്ളവന് പണമില്ലാതായ ദുഃഖമാകാം, ദാരിദ്ര്യം വന്നു പോകാം, അതുപോലെ രോഗങ്ങൾ ആക്രമിച്ച് ശരീരത്തിന് കുഴപ്പങ്ങൾ വന്നേക്കാം. ഇതൊക്കെ ക്ഷണപ്രഭാ ചഞ്ചലമാണ്. കാണുന്നതൊക്കെ വെറും മിഥ്യയാണ്. നിമിഷം കൊണ്ട് നമുക്കുണ്ടെന്ന് തോന്നുന്നതൊക്കെ ഇല്ലാതാവാൻ നിമിഷങ്ങൾ മതി. വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഇരിക്കുന്നിരിപ്പിലാള് പോയി കഴിയും. നമ്മളത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അപ്പുറത്തിരുന്ന് സംസാരിച്ച ആളിനെ നിമിഷം കൊണ്ട് ആള് പോയി കഴിയും. അത്രയ്ക്കേ ഉള്ളൂ. അതുപോലെ ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. അതായത് പാമ്പിന്റെ വായിലകപ്പെട്ട തവള അപ്പോഴും തവളയുടെ നാക്ക് വെളിയിലേക്ക് ഇടുക. എന്തിന്? ഭക്ഷണത്തിന് വേണ്ടി. അതെ, ഇരിക്കുന്നത് എവിടാ? പാമ്പിന്റെ വായിലാ. പാമ്പ് അതിനെ തിന്നോണ്ടിരിക്കുക. അപ്പോഴും തവള ഇതൊന്നും അറിയാതെ അതിന്റെ തീറ്റി തേടാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ മരണമാകുന്ന പാമ്പിന്റെ വായിലിരിക്കുന്നവരാണ് നമ്മള്. ഏത് നിമിഷവും ഈ മരണം നമ്മളെ പിടിച്ചേക്കാം. എന്നിട്ടും നമ്മൾ എന്താണ്? ഈ ഭോഗങ്ങൾക്ക് വേണ്ടിയെല്ലാം പരക്കം പായുകയാണ്, അല്ലേ? ചെയ്യരുതാത്തത് ചെയ്തും വേണ്ടാത്തത് പ്രവർത്തിച്ചും മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറിയും നാക്കുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കി ആവശ്യത്തിൽ കൂടുതൽ തിതിക്ഷയൊന്നും ഇല്ലാതെ ആഗ്രഹങ്ങൾക്ക് പുറകെ പാഞ്ഞ് സ്വത്ത് സമ്പാദനത്തിനും ബാക്കിയൊക്കെ വേണ്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതെ ഒരു സദാചാര നിഷ്ഠയോടെ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതമൊക്കെ നയിക്കാതെ പരക്കം പാഞ്ഞോടുകയാണ്. പക്ഷേ അപ്പൊ നമ്മൾ എവിടാണ് ഇരിക്കുന്നത്? ഈ പാമ്പാകുന്ന മരണത്തിന്റെ വക്രത്തിൽ വായിരിക്കുക നമ്മള്. ഇതൊന്നും അറിയാതെ നമ്മള് ഭോഗങ്ങളാകുന്ന ആഹാരത്തെ പിടിക്കാൻ വേണ്ടി വെപ്രാളം പിടിക്കുകയാണ്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പിന്നെ അത് ഒരുപാടുണ്ട്. അതെല്ലാം കൂടെ വായിച്ചാൽ നമ്മുടെ സമയം പോകും. നിങ്ങൾ ഓരോരുത്തരും, പ്രായമായവരും കുഞ്ഞുങ്ങളും തീരെ കുഞ്ഞുങ്ങളല്ലാത്തവരെല്ലാവർക്കും ഈ ലക്ഷ്മണ സ്വാന്തനം ഇന്ന് തന്നെ അതൊന്നെടുത്ത് വായിച്ചു നോക്കണം. അത് മലയാളത്തിലാണ്, നമുക്കെല്ലാം മനസ്സിലാവും. അതുപോലെ പറയുന്നുണ്ട് പുത്രമിത്രാർത്ഥം, പുത്രരെ, മിത്രങ്ങള്, കൂട്ടുകാരെ, ഇതൊക്കെ കളത്രം, ഭാര്യ, ഇതൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ചഞ്ചലമാണ്. ഇതൊക്കെ ഇന്ന് കാണും നാളെ കാണണമെന്നില്ല. ലക്ഷ്മിയും അസ്ഥിരയുമല്ലോ മനുഷ്യർക്ക്. നമുക്കുണ്ടെന്ന് പറയുന്ന ഐശ്വര്യങ്ങള്, പണം തന്നെയല്ല, ഏത് തരത്തിലുള്ള ഉണ്മകളും ഉണ്ടെന്നുള്ള അവസ്ഥകളും ഒക്കെ അടുത്ത സെക്കൻഡിൽ ഇല്ലാതെ വന്നേക്കാം. സ്വപ്ന സമാനം കളത്ര ദുഃഖം നൃണാം അല്പമാം ആയുസ്സും നിരൂപിക്കുക. അല്പമാണ് ആയുസ്. പണ്ടൊക്കെ 120 വയസ്സ് വരെ ഉണ്ടായിരുന്ന മനുഷ്യായുസ്. ഇപ്പൊ അത് കുറഞ്ഞു. ജനിക്കുമ്പോ തന്നെ നമ്മളോടൊപ്പം വരുന്നതാണ് മരണം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതുപോലെ തന്നെ ആയുസ് പോകുന്നതേതും അറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. നമ്മളെ ഒരു ദിവസം കഴിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ മരണത്തിലേക്ക് ഒരു ദിവസം കൂടെ എത്തിച്ചേർന്നു. ഒരു ലക്ഷ്യമാണ്. നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് ആ മരണത്തിലേക്കാണ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഈ മായാപ്രപഞ്ചത്തിൽ നമ്മൾ മോഹിച്ചു കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കില്
ആമകുംഭാംബു സമാനമായുസ്സുടൻ പോകുമേതും ധരിക്കുന്നതില്ലാരുമേ. അതുപോലെ മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു ഉള്ളിലിരിക്കുന്നു. മൃത്യു എപ്പോഴും നമ്മോട് കൂടിയുണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. ഇനി നമ്മൾ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ജന്തുക്കൾ ഭക്ഷിച്ച് ആരോരും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ വെണ്ണീറായിട്ട് പോവാം, സംസ്കരിക്കാം. അല്ലെങ്കിൽ മണ്ണിൽ കൃമികളായി പോകാം, കുഴിച്ചിട്ടാൽ കൃമികളായി പോകും. ഈ ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേണ്ട കാര്യങ്ങളൊക്കെ മറന്ന്, അന്ന ലക്ഷ്യമൊക്കെ മറന്ന്, വേണ്ടാത്ത കാര്യത്തിനൊക്കെ പുറകെ ഓടുന്നത് ഈ ദേഹത്തിന് വേണ്ടിയാണ്, ഈ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ ദേഹത്തിന്റെ അവസ്ഥ എന്തായി തീരും? ഒന്നിൽ കത്തിച്ച് ചാരമായി പോകും, അല്ലെ മണ്ണിൽ കുഴിച്ചിട്ട് കൃമികൾക്ക് ഭക്ഷണമാകും. ഇങ്ങനെയൊക്കെയുള്ള ദേഹത്തിന് വേണ്ടി എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ? വേണ്ടതൊക്കെ ചെയ്യണം. ഒരിക്കലും അവനവന് പറഞ്ഞിരിക്കുന്ന സ്വധർമ്മം ചെയ്യാതിരിക്കരുത്, ചെയ്യണം. പക്ഷേ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും സ്വയം ഒന്ന് ലക്ഷ്മണ സ്വാന്തനത്തിലെ വാക്കുകൾ ആലോചിച്ച് നോക്കണം. അപ്പം ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ദേഹാഭിമാന നിമിത്തം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അവസാനം ദേഹം തന്നെ നമുക്ക് നഷ്ടമാകും. അതുപോലെ പറയുന്നുണ്ട്, ക്രോധത്തിന്റെ കഥ പറയുന്നുണ്ട്. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമല്ലോ നൃണാം സംസാരബന്ധനം, ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം, ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും, സന്തോഷമാകുന്നത് നന്ദനം വനം. അപ്പം നമുക്ക് എല്ലാ ദുഃഖത്തിനും കാരണം ക്രോധമാണ്. അതുകൊണ്ട് ക്രോധത്തെ വെടിയണം. ലക്ഷ്മണ, നീ ഇപ്പം ക്രോധവാനായിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് അച്ഛനെന്നുള്ള സ്നേഹം വരാത്തത്. അല്ലെ, അച്ഛനെ ലക്ഷ്മണന് ഭയങ്കര ഇഷ്ടമാ. ഇപ്പൊ ആ ലക്ഷ്മണനാ പറയുന്നത് അച്ഛനെ പിടിച്ച് നമുക്ക് കാരാഗ്രഹത്തിൽ ഇട്ടിട്ട് രാമനെ യുവരാജാവാക്കാമെന്ന്. ഈ യുവരാജാവ്, രാജപദവി എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിലിടണമെന്ന് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, അച്ഛനമ്മമാരെ വരെ ഉപദ്രവിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ. തിരിച്ചും എന്താണ് ഇതൊക്കെ? വേറെ വേറെ ക്രോധങ്ങള്, തൃഷ്ണകള് ഇതിന്റെ പുറകെ പോകുന്നത് കൊണ്ടാണ്. അതേസമയം നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്, ആ ക്രോധമില്ലാതെ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇതൊക്കെ തന്നെ ഈശ്വരാംശമുള്ളവരാണ് എന്നൊക്കെ സമാധാനമായിട്ട് ക്രോധം വെടിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യുകയില്ല. ഇങ്ങനെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ അർപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്നു. ലക്ഷ്മണനോട് പറയുന്നു, നമ്മൾ അനുസരിക്കേണ്ടതായ, നമ്മൾ ആചരിക്കേണ്ടതായ, നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ സ്വധർമ്മത്തെ നിത്യവും ചെയ്തുകൊണ്ട്, ഒന്നും ചെയ്യാതിരിക്കാൻ പറഞ്ഞിട്ടില്ല, നിത്യവും നമുക്ക് പറഞ്ഞിരിക്കുന്നതായ കർമ്മങ്ങളെ. അത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ആശ്രമധർമ്മങ്ങളെ കുറിച്ച്, ഓരോരുത്തരും ചെയ്യേണ്ടതായ ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഈശ്വരൻ കാണുന്നുണ്ടെന്നും ഇതൊക്കെ ഈശ്വര പാദപൂജയായി ഞാൻ ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകണം എന്ന് പറയുന്നു. അങ്ങനാണെങ്കിൽ 14 സംവത്സരം എന്ന് പറയുന്നത് ഇപ്പൊ കഴിയും. അച്ഛന് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന് അല്ലെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന വിഷമങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നീ ക്രോധമൊക്കെ വെടിഞ്ഞ് പോകാം എന്ന് പറയുന്ന ഈ ലക്ഷ്മണ സ്വാന്തനം ഇന്ന് തന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് കഴിഞ്ഞു. അങ്ങനെ ലക്ഷ്മണനെയൊക്കെ സാന്ത്വനം ഒക്കെ നടത്തിയതിനു ശേഷം വനത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. അപ്പം എല്ലാ ജനങ്ങളെല്ലാം കരയുകയാണ്, പൗരജനങ്ങൾ മുഴുക്ക കരയുകയാണ്. അവര് യുവരാജാവായി ഭഗവാനെ അഭിഷേകം കഴിക്കുന്നത് കാണാനായിട്ട് അവിടെ വന്നു നിൽക്കുന്നവരാണ്. എന്നിട്ട് ഇപ്പൊ എന്താണ് കാണുന്നത്? കൈകേയി മരവുരിയൊക്കെ കൊടുത്തു, സീതയ്ക്ക് കൊടുത്തു, ലക്ഷ്മണന് കൊടുത്തു, രാമനും കൊടുത്തു. ഇതൊക്കെ നേരത്തെ സംഭരിച്ചു വെച്ചിരുന്നു. കാരണം ഇവരെ ഇതൊക്കെ ഉടുപ്പിച്ച് തന്നെ വിടുമെന്ന് കൈകേയി തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നു. ആ ക്രോധം കാരണമായി ഇന്ന് ഇവിടെ ദോഷങ്ങളെല്ലാം ഉണ്ടായത്. കൈകേയിക്കുണ്ടായ ക്രോധത്തിന്റെ ഫലമാണ് ഇന്ന് ദശരഥനും ഈ രാജ്യത്തെ ജനങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ക്രോധം വെടിയണമെന്ന് പറഞ്ഞത് എത്ര ശരിയാ. അപ്പോഴ് അങ്ങനെ ആ മരവുരിയൊക്കെ കൊടുത്തു. അപ്പം
രാമൻ ആ മരവുരി വാങ്ങിച്ചു കൊടുത്തു, ലക്ഷ്മണനും ആ മരവുരി വാങ്ങിച്ചു കൊടുത്തു, സീതാദേവിക്ക് മരവുരി കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം രാമനെ ഒന്ന് നോക്കിയപ്പോ രാമൻ സഹായിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ട് കുലഗുരുവായ വസിഷ്ഠന് വിഷമം വന്നിരിക്കുക. എന്താണിത്? ഒരു രാജകുമാരിയാണ്. ജനക മഹാരാജാവ് എന്ന് പറഞ്ഞാല് ജനക മഹാരാജാവിനെയാണ് എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്നത്. കാരണം ഒരു രാജാവായിട്ട് ചക്രവർത്തിയായിട്ടിരിക്കുമ്പം പോലും മഹർഷിയുടെ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരു ചക്രവർത്തിയായിരുന്നു ജനക മഹാരാജാവ്. ജനക മഹാരാജാവിനെ പോലെ എന്നാണ് എല്ലാവരും ഉദാഹരണമായിട്ട് പറയുന്നത്. അത്രയും വലിയ ഒരു ചക്രവർത്തിയുടെ മകളാണ്. മരവുരി എടുത്തുകൊണ്ട് പോവാനോ വസിഷ്ഠന് വിഷമം സഹിക്കാൻ പറ്റിയില്ല. കൈകേയിയോട് ആ സമയത്താണ് വസിഷ്ഠൻ ദേഷ്യപ്പെടുന്നത്. എങ്കിലും അവരെ മരവുരിയൊക്കെ ഉടുക്കുന്നു. അങ്ങനെ മരവുരിയൊക്കെ എടുത്തോണ്ട് അവർ വനത്തിലേക്ക് പോകുന്നു. നമ്മുടെ സമയമായോ ജ്യോതിഷ്ജി? ഇത് കണ്ടിന്യൂ ആവട്ടെ അപ്പോളെ ഈ കഥ. സമയമുണ്ടല്ലോ. ആ അപ്പൊ അങ്ങനെ വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഈ ജനങ്ങളെല്ലാം അതിഭയങ്കരമായ കരച്ചിലാണ്. പൗരജനങ്ങൾ ആകെ അതിഭയങ്കരമായിട്ട് കരയുമ്പോ അവിടെ നിന്നുകൊണ്ട് രാമതത്വത്തെ, രാമൻ ആരാണ്, ഇവർക്ക് രാമനെ അവരുടെ ദശരഥന്റെ പുത്രനായിട്ടോ കൗസല്യയുടെ മകനായിട്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ രാജകുമാരനായിട്ടോ ഒക്കെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറം രാമൻ ആരാണ് എന്നുള്ളത് അറിയണ്ടേ? അങ്ങനെ അറിയുന്നതിന് വേണ്ടി മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമ തത്വം. അതായത് ഭഗവാൻ മഹാവിഷ്ണുവാണ് ശ്രീരാമനായി ഭൂമിഭാരത്തെ തീർത്ത് ദേവന്മാരുടെ രക്ഷയ്ക്കായും ഭൂമിയെ രക്ഷിക്കുന്നതിനും വേണ്ടി ശ്രീരാമനായി ഭൂമിയിൽ അവതരിച്ചത്. ലക്ഷ്മി ദേവി തന്നെയാണ് സീതാദേവി. അതുപോലെ തന്നെ പണ്ട് മുജ്ജന്മത്തില് ദശരഥ മഹാരാജാവ് കശ്യപ പ്രജാപതിയും കൗസല്യാദേവി അതിഥിയുമായിരുന്നു. അവർ ഭഗവാൻ തനിക്ക് പുത്രനായി പിറക്കണം, തങ്ങൾക്ക് പുത്രനായി പിറക്കണമെന്ന് പ്രാർത്ഥിച്ച് തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് മകനായി ശ്രീരാമൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭൂമിഭാരത്തെ തീർത്ത് രാവണന്മാരെ രാവണ രാക്ഷസാദികളെ ഉന്മൂലനം ചെയ്ത് ദേവന്മാർക്ക് രക്ഷ കൊടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമനെന്ന് ബോധ്യം വരുത്തി കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി ദശരഥന്റെ ആജ്ഞ അനുസരിച്ച് സുമന്ത്രർ കൊണ്ടുവന്ന രഥത്തിലേറി വനത്തിലേക്ക് പോകുന്നു. സമയം ഒന്ന് പറയാമോ? ഇനിയുണ്ടോ സമയം? 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ 8:05 തുടങ്ങിയത്. 9:05 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അവർ യാത്ര പോകുന്നു. നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം, സമർപ്പിക്കാം. ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഇനിയും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ജയശങ്കര. സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമർപ്പിക്കാം. ആരാണ് കായേന വാച ചൊല്ലുന്നത്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞാട്ടെ. നമുക്ക് ഇതിന്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യാമോ എന്നറിയാനായിരുന്നു. എന്താ ആഡ് ചെയ്യാമല്ലോ. നമ്പര് ഈ നമ്മുടെ എന്റെ നമ്പര് അറിയില്ല. ജ്യോതിഷി നമ്പർ ഈ ഗ്രൂപ്പിൽ ഒന്നിടുമോ? ജയശങ്കര ചാറ്റിലൊന്ന് നോക്കിയാൽ മതി. ഞാനിപ്പം ഇട്ടേക്കാം. ഒപ്പളുടെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ പെട്ടെന്ന് പിന്നെ നോക്കേണ്ടി വരും. 90
ഒരു മിനിറ്റ് 90. പറയട്ടെ. പറഞ്ഞോളൂ. 9074 998327. എനിക്ക് തോന്നുന്നു അവര് എഴുതി എടുത്ത് കാണുമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. ഞാൻ മൊബൈൽ ആയതുകൊണ്ട് 9074998327. അപ്പൊ ഇന്ന് പറഞ്ഞ കഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജയശങ്കര ഒരു ജയിക്കണ്ടേ? കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞാട്ടെ മോളെ. കഴിഞ്ഞ 2 സെഷന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് അത് റെക്കോർഡ് ചെയ്ത് അതിന്റെ മെയ് മാസത്തിലെ റെക്കോർഡ് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ഞാനൊരു യാത്രയിലായിരുന്നു. അത് കാരണം അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അത് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദിശങ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാവുന്നതാണ്. ഇന്നിപ്പോ 7 മണിയായപ്പോഴാണ് ഇട്ടിരുന്നത്. മെയ് മാസത്തിലെ. കൂടാതെ നമുക്ക് ബാലശങ്കരൻ ഗ്രൂപ്പിലും കൂടെ ആ വീഡിയോ ഇടാം. ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് അതിനകത്ത് ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ എല്ലാരോടും പറഞ്ഞിരുന്നു, നമുക്ക് ഈ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞ കഥകളുടെ അടിസ്ഥാനത്തില് ചോദ്യങ്ങളും ഉത്തരങ്ങളും കുഞ്ഞുങ്ങൾ തന്നെ എഴുതിയുണ്ടാക്കി അത് നമുക്ക് നമ്മള് ഇതെല്ലാം കഥകൾ കേട്ട് കഴിയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേത് വെച്ച് നമ്മൾ ചോദ്യോത്തരം ഉണ്ടാക്കി ചോദിക്കണമെന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം അത് നടന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇന്ന് ഈ പറഞ്ഞതിന്ന് നിങ്ങൾ ഇത് വീഡിയോ ഇടുമല്ലോ, ഇട്ടിട്ട് കേട്ടിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കണം, ഉത്തരങ്ങളും ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഥയുടെ ചോദ്യവും ഉത്തരവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പറയാം. ഇതങ്ങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കർക്കിടക 1-ാം തീയതി മുതല് രാമായണ മാസാചരണം നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ ചേരണം. ഓരോ ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗങ്ങളെക്കുറിച്ചും ആ ഭാഗങ്ങളെക്കുറിച്ച് പാരായണം ചെയ്യുന്നു. ആ പാരായണം ചെയ്യുന്ന ഭാഗത്തെക്കുറിച്ച് കഥകളും തത്വങ്ങളും പറയുന്നു. അത് കഴിഞ്ഞ് ആ ഭാഗത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നോത്തരിയും നടക്കും. അപ്പൊ നമുക്ക് കർക്കിടകം കഴിയുമ്പോഴത്തേക്ക് രാമായണം ബൈഹാർട്ടായി കഴിയും. പിന്നെ അത് പഠിക്കേണ്ടതായിട്ട് വരുന്നതേയില്ല. കാരണം ഒരു ദിവസം കുറച്ച് സമയമേ ഇത് കേൾക്കുന്നുള്ളല്ലോ. ഓരോ ഭാഗവും വിശദമായിട്ടൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം അതിലുണ്ട്. നമസ്തേ. അപ്പം ഇന്ന് നമുക്ക് ഭഗവാന്റെ പാദചരണങ്ങളിൽ സമർപ്പിക്കാം. കായേന വാച ആരാണ് ചൊല്ലുന്നത്? സമർപ്പണം ആരെങ്കിലും ഒരാള് മുമ്പോട്ട് വരണേ. ജയശങ്കര. നമസ്തേ മോളെ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജയശങ്കര. ജയശങ്കര. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര. ഒരപേക്ഷയും കൂടെ ഉണ്ട്. എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച 8 മുതൽ 9 വരെയാണ് നമ്മുടെ ബാലശങ്കരൻ ക്ലാസ് നടക്കുന്നത്. അപ്പോഴേ ആ ഗ്രൂപ്പ് ഓപ്പൺ ആണ്. ഓൾറെഡി എന്നും ഓപ്പൺ ആണ്. ആ ദിവസം നമ്മൾ ഓരോരുത്തരും ധ്യാന ശ്ലോകങ്ങൾ ആദ്യത്തെ 2-3 ക്ലാസ്സുകളിലായി പറഞ്ഞു തന്നിരിക്കുന്ന ശാന്തി മന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ധ്യാന ശ്ലോകങ്ങള് ഞാൻ ഇന്നത് ചൊല്ലാം എന്നുള്ളത്
നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഭംഗിയായിട്ട് പോകാം. ഈ സമർപ്പണ ശ്ലോകങ്ങൾ തന്നെ കായേന വാചായും പൂർണ്ണമതായും എല്ലാം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ തന്നെ ഏറ്റെടുത്ത് ചൊല്ലണം. അതുപോലെ എപ്പോഴും നമ്മൾ കഥ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉറപ്പായിട്ട് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കണം. ഈ പ്രാവശ്യം ചോദ്യോത്തരങ്ങളില്ല. അടുത്ത പ്രാവശ്യം മുതൽ ചോദ്യോത്തരങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, ഉത്തരങ്ങളും പറയണം. എവിടെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലാതെ വന്നാൽ ഞാൻ ആ ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. രാമായണ മാസത്തില് നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിലും ചേരണം. നമസ്തേ. ജയശങ്കര. ജ്യോതിഷ് ജി. വളരെ സന്തോഷം ഉഷപ്പോളെ. ഇന്ന് ക്ലാസ് ഇവിടെ വിരാമം ഇടുകയാണ്. ഞാൻ അതിനു മുമ്പായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത് ഇവിടെ കറണ്ട് ഇല്ലാത്തതിന്റെ ബേസിലാണ്, മൊബൈലിലാണ് ഇപ്പോൾ ഉള്ളത്. ജയശങ്കര. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് തീർച്ചയായിട്ടും ഇന്നും നമ്മളുടെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഉഷയോപ്പോള് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുമ്പോൾ സത്യത്തില് വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുകയാണ്. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോ ഈ ഒരു രീതിയിൽ എത്താൻ പറ്റുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത് വളരെ മനോഹരമായി കുട്ടികളെല്ലാം വളരെ ഭംഗിയായിട്ട് പഠിച്ച് നാളേക്ക് ഉത്തമ തലമുറയിലെ ഉത്തമ ശിഷ്യന്മാരായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വീണ്ടും കാണാം. ഏതായാലും ഇന്ന് ടീച്ചർ രാമായണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. രാമായണ മാസം വരികയാണ്. രാമായണ മാസം ആചരണത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ ഭക്താ ഭവന്തു. ജയശങ്കര. ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ദേവി മൂകാംബികയുടെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.